2025-26 സാമ്പത്തിക വർഷത്തിലും നിരക്കുകൾ കൂട്ടിയിരിക്കുകയാണ് KSEB. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 5 പൈസ മുതൽ 20 പൈസ വരെ കൂട്ടുന്നത് കൊണ്ട് മാത്രം തീർന്നില്ല. ഫിക്സഡ് ചാർജിലും 5 രൂപ മുതൽ 25 രൂപ വരെ വർധനവുണ്ട്. വർധനവ് വരുമ്പോൾ നിശബ്ദമായി ജനങ്ങളുടെ കീശയും കാലിയാവുകയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതി ഉപയോഗത്തിൻ്റെ താരിഫ് ടെലസ്കോപ്പിക് എന്നും നോൺ ടെലസ്കോപ്പിക് എന്നും തരംതിരിച്ചിരിക്കുന്നു. 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താവാണ് ടെലസ്കോപ്പിക് താരിഫിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ 51 മുതൽ 100 വരെ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ 4 രൂപ 5 പൈസ നിരക്കിലും 101 മുതൽ 150 വരെ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ 5 രൂപ 10 പൈസ നിരക്കിലും 151 മുതൽ 200 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 6 രൂപ 95 പൈസയും 201 മുതൽ 250 യൂണിറ്റ് വരെ 8 രൂപ 20 പൈസ നിരക്കിലുമാണ് ഈടാക്കുന്നത്. 250 യൂണിറ്റിന് മുകളിൽ പോയാൽ വലിയ തുകയിലേക്ക് മാറും. പക്ഷേ കേരളത്തിലെ 20% ജനങ്ങൾ മാത്രമേ 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. കറണ്ട് ബില്ല് കണ്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കറണ്ട് ബില്ല് പകുതിയാക്കി കുറയ്ക്കാം. ഉദാഹരണത്തിന് 150 യൂണിറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു യൂണിറ്റിന് 5 രൂപ 10 പൈസയാണല്ലോ ഈടാക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ 765 രൂപയാവും നിങ്ങൾ അടയ്ക്കേണ്ടത്. ഒരു പക്ഷേ അബദ്ധവശാൽ 10 യൂണിറ്റ് നിങ്ങൾ അധികം ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റിന് 6 രൂപ 95 പൈസയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, അഥവാ 1112 രൂപ. വെറും 10 യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ബിൽ ആണ് നൽകേണ്ടി വന്നത്. ഇവിടെയാണ് നാം ജാഗ്രത പാലിക്കേണ്ടത്. ഒരു ദിവസം ഒരു യൂണിറ്റ് കുറച്ചെങ്കിലും നമ്മൾ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ കറണ്ട് ബില്ലിനെ നമുക്ക് പകുതിയാക്കി മാറ്റാൻ സാധിക്കും. കറണ്ട് ബില്ല് ലാഭിക്കാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.